ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ചധികം സോപ്പുകളുടെ ഓർഡർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്ന റീറ്റെയിലുകളാണ് കേട്ടോ. അത് റീറ്റെയിലുകൾക്ക് നമുക്ക് ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് പാക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സാധനം. കാരണം ഇത് ബബിൾ റാപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റുകളൊക്കെ നിറച്ച് അതൊക്കെ കൂടി പാക്ക് ചെയ്താലാണ് 2 സോപ്പും 3 സോപ്പൊക്കെ ആയിട്ട് ഓർഡർ വരും ഭയങ്കര വിഷമിക്കും. കാരണം നമുക്കതൊക്കെ ഓർഡർ അനുസരിച്ച് കൊടുത്ത് വിടാനായിട്ട് പറ്റണ്ടേ. അതിൻ്റെ ആ ഭംഗി കളയാണ്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോ സോപ്പുകളെ പറ്റിയിട്ട് ഞാൻ അടുത്തൊരു ദിവസം തന്നെ വീഡിയോ ചെയ്യാം. അതിനുള്ള സമയം എനിക്ക് ഒട്ടും കിട്ടണില്ല. അതുകൊണ്ടാണ് കുറേ പേരായി ചോദിക്കണം, എന്താ മാഡം ഡീറ്റാൻ സോപ്പ്, എന്താണ് റൈസ് പൊട്ടറ്റോ, എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ. പിന്നെ നിങ്ങൾ എന്നെപ്പോലെ തന്നെ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് കുറേ വലിയ എമൗണ്ടുകളോ വലിയ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ തന്നെ ബിസിനസ്സിനെ നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ പറയുന്നിടത്തോളം കറക്റ്റായിട്ട് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ രാവും പകലും ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ബിസിനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ ചെറുകിട സംരംഭകരാണ്. വലിയ ഓഫറുകളായിട്ട് കുറേ കമ്പനികൾ ഇറങ്ങുന്നുണ്ട്. 5 എണ്ണത്തിന് 100 രൂപ, അല്ലെങ്കിൽ 5 എണ്ണത്തിന് 10 രൂപ, അങ്ങനെ അത്രയും കുറഞ്ഞ ചീപ്പ് മാർക്കറ്റായിട്ട് പോലും നമ്മുടെ മാർക്കറ്റിൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അത്ര ക്വാളിറ്റി ഉള്ളത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ പ്രൊഡക്റ്റുകൾക്ക് റേറ്റ് കുറച്ചിട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ചന്തയിൽ വിൽക്കുന്ന പോലെ വെറുതെ എന്നാ പിടിച്ചോ പറഞ്ഞിട്ട് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് അത്രയും ക്വാളിറ്റി ഉണ്ട് എന്ന് മറ്റൊരാൾക്ക് ഫീൽ ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്ത് നിന്ന് പിന്നെയും വാങ്ങിക്കുകയുള്ളൂ. 10 രൂപയ്ക്ക് 20 രൂപയ്ക്കാണെങ്കിൽ ഇഷ്ടം പോലെ സോപ്പുകൾ നമ്മുടെ ഓഫറുകളിൽ കിട്ടാനുണ്ടല്ലോ. അപ്പോൾ അവർക്ക് നമ്മുടെ സോപ്പുകൾ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ സോപ്പ് ആവശ്യമെന്ന് തോന്നുന്നവർ നമ്മളെ തേടി വരും. അപ്പോൾ നമുക്ക് ആ സാധനം സെയിലായി പോയിക്കോളും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൈസ കുറച്ച് കൊടുത്തുകൊണ്ട് ബിസിനസ് പിടിക്കാതിരിക്കുക. അങ്ങനെ പിടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്തത്. ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് 2 എണ്ണോ 1 എണ്ണോ സെയിലായിക്കോട്ടെ, നമ്മൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ ബിസിനസ് വളർച്ചയെ പറ്റിയിട്ട് ആലോചിച്ചിട്ടായിരിക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർ പറഞ്ഞ് ആ ഒരു ബിസിനസ്സിലോട്ട് നിങ്ങൾക്ക് നല്ലൊരു വളർച്ച ഉണ്ടാക്കാനായിട്ടും സാധിക്കും. പിന്നെ റീസെല്ലിങ്ങിന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട്, ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് ബേസൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. നമ്മളിവിടെ നിന്ന് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബേസ് ആയിരിക്കും. അത് പാരബൻ ഫ്രീ, SLS ഫ്രീ ആയിട്ടുള്ള ബേസുകളായിരിക്കും. ബട്ടറും ഷിയ ബട്ടറിൻ്റെ ഉണ്ടായിരിക്കും. ഗോട്ട് മിൽക്ക് ഉണ്ട്, ഡോങ്കി മിൽക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ആ വാട്സാപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ കേട്ടോ. ഇപ്പോൾ ആരാ എടുക്കണേ, ചിലപ്പോൾ ചിലവർ വർക്കിങ്ങിലാണെങ്കിൽ അവർ എടുക്കാൻ ഇത്തിരി ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ എടുക്കും. ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ടെൻഷൻ അടിക്കേണ്ട, മെസ്സേജ് ചെയ്തിട്ടാൽ മതി. നമ്മൾ അടുത്ത മറുപടി തരും. ചിലപ്പോൾ നമ്മൾ വാട്സാപ്പ് കോളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ നോർമൽ കോൾ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹെന്നയാണ് കേട്ടോ അതിൽ വെച്ചിട്ടുള്ളത്. ഹെയർ ഡൈ ആണ്. അവർക്ക് ഓർഗാനിക് ഹെയർ ഡൈ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സോപ്പിൻ്റെ ഒപ്പം വെച്ച് വിടുകയാണ്. വേറൊരു പാക്കിൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പുതിയാനായിട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഡൈ മറക്കരുത്. ഹെയർ ഡൈ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഓരോ സോപ്പുകളും യൂസ് ചെയ്ത് നോക്കുക. സ്പെഷ്യൽ ഗോട്ട് മിൽക്ക് സോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർ നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ലിപ്പിൻ്റെ പിഗ്മെൻ്റൊക്കെ മാറി തുടങ്ങും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനടി വരാം കേട്ടോ. നമുക്ക് ഗ്യാപ്പ് കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് എടുക്കാത്തത്. ഇന്നിപ്പോൾ കുഞ്ഞുങ്ങൾ 2 പേരും ഇല്ല, അവർ വീട്ടിൽ പോയിരിക്കുകയാണ് വെക്കേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.